ഒരു നല്ല വാർത്തയുണ്ട്. ഇലോൺ മസ്കിൻ്റെ ഇൻ്റർനെറ്റ് കമ്പനി, അതായത് സ്പേസ് എക്സ്, സ്പേസ് ലിങ്ക്, അവരും ഇന്ത്യയിലെ ടെലികോം പ്രൊവൈഡറുമായ എയർടെല്ലുമായിട്ട് ടൈപ്പായി. അപ്പം ഞാൻ ഈ എലോൺ മസ്കിൻ്റെ കമ്പനി ഇവിടെ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ താഴെ ഇന്ത്യക്കാരും ദേശസ്നേഹികളും ഒക്കെ ഭയങ്കരമായിട്ടാണ് പ്രകോപനം ഉണ്ടായത്. ഒരു പ്രകോപനമൊക്കെ എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ അമേരിക്കയുടേതാണ്, മാടയാണ്, കോടയാണ്. ബേസിക്കലി നിങ്ങൾക്ക് ഡെപ്ത് അറിയാത്ത ഊളകളാണ് പല കാര്യങ്ങളും പറയുന്നത്. ഊളകൾ എന്ന വാക്ക് ഉപയോഗിക്കും. കാരണം ഒരു കാര്യത്തെപ്പറ്റി അറിയണം, അവരെന്തിനു വരുന്നു, എന്താണ് ഉദ്ദേശം. ഉറപ്പായിട്ടും ബിസിനസ് കച്ചവടം തന്നെയാണ്. ഇന്ത്യൻ കമ്പനിയെ ബാധിക്കും, ഉറപ്പായിട്ടും ബാധിക്കും. റീസൺ ഉറപ്പായിട്ടും ബാധിക്കും. പക്ഷേ എലോൺ മസ്ക്, അതായത് ട്രംപ് അഡ്മിനിസ്ട്രേഷനിലുള്ള എലോൺ മസ്ക്, ഇന്ത്യയിൽ അവരവരുടെ ഇൻ്റർനെറ്റ് കമ്പനി ഒരു വിപ്ലവം ഉണ്ടാക്കാൻ പോവുക. അത് ഈ ദേശസ്നേഹികൾ, എന്നെ അന്ന് തെറി വിളിച്ചവന്മാരൊക്കെ ഇന്ന് ശരിക്കും അറിഞ്ഞിരിക്കണം. കാരണം ഇന്ന് ആ കമ്പനി ജോലി ചെയ്യുന്ന, ഞാൻ നേരത്തെ വീഡിയോയിൽ കോട്ട് ചെയ്ത ആളെ പേര് ഞാൻ പറയുന്നില്ല, ഞാനുമായിട്ടൊരു 1 മണിക്കൂർ ടെലിഫോണിൽ സംസാരിച്ചു. അപ്പം അതിനുശേഷമാണ് ഈ വീഡിയോയുടെ കണ്ടന്റ് ചെയ്യുന്നത്. ശരിക്കും മനസ്സിലാക്കുക എന്താണ് അവർ ചെയ്യുന്നതെന്ന്. അവരാദ്യം ചെയ്യാൻ പോകുന്നത്, ഉറപ്പായിട്ട് അവർ ഈ എയർടെല്ലാണ് അവരുടെ സാധനങ്ങളൊക്കെ വിൽക്കുകയൊക്കെ ചെയ്യുന്നത്, എയർടെല്ലിൻ്റെ സ്റ്റോറി കൂടെ. അതാണ് ടൈപ്പ് എന്ന് പറയുന്നത്. പക്ഷെ ഇവർ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കാൻ പോകുന്നത് ഇന്ത്യൻ സിറ്റികളിലല്ല. ആദ്യം അവർ ഫ്രീ ആയിട്ട്, അതായത് ഏകദേശം 25,000 കോടിയാണ് അവരുടെ കാൽക്കുലേഷൻ, ഇന്ത്യയിലെ വില്ലേജ് നിങ്ങൾക്കറിയാം, 2Gയും 3Gയും മാത്രം കിട്ടുന്ന, അല്ലാതെ 2G മാത്രം കിട്ടുന്ന ഏകദേശം 6.5 ലക്ഷം വില്ലേജുകൾ ഇന്ത്യയിലുണ്ട്. 6.5 ലക്ഷം. ഇന്ത്യയുടെ വില്ലേജ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് 90 കോടിയാണ്. അവിടെ ഒന്നും ഈ പറയുന്ന 4Gയും 5Gയും 3Gയും ഒക്കെ വളരെ അവിടെ ഇവിടെയൊക്കെ കുറച്ചേ കിട്ടത്തുള്ളൂ. കാരണം ഈ ഇൻ്റർനെറ്റ് ഇന്ത്യൻ കമ്പനികൾക്കൊന്നും അവിടെ പോയി ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല. കാരണം ശരിക്കും അതിൻ്റെ കേബിളിംഗ് ഉണ്ട്, വയറിങ് നടത്തണം, അതൊക്കെ ചെയ്തു കൊടുക്കണം. കാരണം അത് വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് അവർ ഈ പൂർണ്ണമായിട്ട് സിറ്റി സൈഡും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് കോൺസെൻട്രേറ്റ് ചെയ്ത്. കാരണം അവർക്ക് പണം തിരികെ കിട്ടണം. പക്ഷേ എലോൺ മസ്ക് എന്ന് പറയുന്ന ബിസിനസ്സുകാരൻ ഇന്ത്യയാണ് സ്നേഹിക്കുന്നത്. അയാൾ പറഞ്ഞു, ആദ്യം ഇന്ത്യൻ ഗ്രാമങ്ങളിൽ പോകണം, ഇന്ത്യൻ സ്കൂളുകളിൽ പോകണം, അവിടെയാണ് ഇൻ്റർനെറ്റ് കൊടുക്കേണ്ടത്. എന്നാൽ മാത്രമേ ഇന്ത്യ വികസിക്കുകയുള്ളൂ. 90 കോടി ജനങ്ങൾ വികസിച്ചാൽ മാത്രമേ മറ്റേ 50 കോടിയുള്ള അർബൻ ഉൾപ്പെടെ ഇന്ത്യ വികസിക്കുകയുള്ളൂ. ഇത് ഇന്ത്യൻ പ്രധാനമന്ത്രിയോടും കൂട്ടരോടും പറഞ്ഞപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ലിറ്ററലി ഷോക്കായിപ്പോയി. അത് പറഞ്ഞെന്താ, 25,000 കോടി സ്പെൻഡ് ചെയ്ത് ഇന്ത്യയിലെ സ്കൂളുകളിലും ആ ഗ്രാമങ്ങളിലും ഇൻ്റർനെറ്റ് ഫ്രീ ആയിട്ട് ഇത്ര വർഷം കൊടുക്കും. അതിനുശേഷം ഉണ്ടാകുന്ന മാറ്റം നിങ്ങൾ കാണുക. സോ ഇൻക്രെഡിബിൾ. മനസ്സിലാക്കുക ഊളകളെ, ആ വാക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇത് ഇന്ത്യക്കാരനായ ഇന്ത്യൻ കമ്പനികളായ ജിയോ, അംബാനി ആണെങ്കിലും വോഡാഫോൺ ആണെങ്കിലും എയർടെല്ലും ആ ബോധം വന്നില്ല. കാരണം അവരിപ്പോഴും ഇന്ത്യൻ രീതിയിലുള്ള ബിസിനസ് മാക്സിമം പൈസ അടിച്ച് മാറ്റുക. പക്ഷേ എലോൺ മസ്ക് എങ്ങനെയാണ് നോക്കിയത്? കാരണം അയാളുടെ ഫ്യൂച്ചറാണ് നോക്കിയത്. ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ അതായത് സ്കൂളുകളിൽ ഫ്രീ ആയിട്ട് കൊടുക്കുക ഇൻ്റർനെറ്റ്. ഉറപ്പായിട്ട് 100% ഇന്ത്യൻ ഗ്രാമങ്ങളിൽ എഡ്യൂക്കേഷൻ മാറും. നോളജ് ആണല്ലോ ബേസിക്കലി ഇതോട്ട് കയറി പോകുന്ന ഡിജിറ്റൽ. ഇന്ത്യൻ സ്കൂളുകൾ മാറും, ഇന്ത്യൻ ഗ്രാമങ്ങൾ മാറും. ഇന്ത്യൻ ഗ്രാമം മുഴുവനും നിങ്ങൾ നോക്കി എത്ര പ്രോസ്പെരിറ്റിയാണ് ഉണ്ടാകാൻ പോകുന്ന നോക്കിക്കോണം. ഇതുമൊക്കെ ബന്ധപ്പെട്ട് ഞാനൊരു കാര്യം പറയാം. ഇതൊക്കെ ഞാൻ ഈ പറയുമ്പോൾ ഞാൻ പലയിടത്തും ഈ ഇടയ്ക്കിടയ്ക്ക് കത്തെഴുതുന്ന കൂട്ടത്തിൽ. അപ്പം ഇതുമായിട്ട് പണ്ട് വോഡാഫോണിലൊരു പരസ്യം ഉണ്ടായിരുന്നു, ഈ അമിതാഭ് ബച്ചൻ്റെ മകനെയും വെച്ചോണ്ട്. ഇപ്പോൾ സ്കൂളുകളിലൊക്കെ വോഡാഫോൺ, അതായത് ഗ്രാമങ്ങളിൽ പഠിപ്പിക്കാൻ വേണ്ടി
അവർ ഇൻ്റർനെറ്റ് സൗകര്യം ഒരുക്കുന്നു. ചുമ്മാ അതാവ് പുല്ലൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ എപ്പോഴും ഇന്ത്യൻ ഗ്രാമങ്ങളെ പറ്റി പറയുമ്പോഴും ഓർക്കുമ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് ബേസിക്കലി. കാരണം റൂറൽ ഡെവലപ്മെൻറ്റ് മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് പല ആൾക്കാരെ പോയി ഡേറ്റയൊക്കെ ഞാൻ എടുക്കും. എത്ര പേർക്കാണ് 2G കിട്ടുന്നത്, 3G കിട്ടുന്നത്, ഇന്ത്യൻ ഗ്രാമത്തിൻ്റെ അവിടുത്തെ എക്കോണമി എന്താണ്, അവരുടെ പ്രശ്നങ്ങൾ എന്താണ്, അവിടുത്തെ റോഡിൻ്റെ ആക്സസബിലിറ്റി എന്താണ്, അവർക്ക് ഈ സാധനങ്ങൾ, അവർ ഉണ്ടാക്കുന്ന സാധനങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ പുറത്തോട്ട് പോകാനുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെ ബന്ധപ്പെട്ട് ഞാൻ ഇവരുമായിട്ടൊക്കെ ഡിസ്കഷനൊക്കെ നടത്തും. അപ്പം കഴിഞ്ഞ പ്രാവശ്യം നിർമ്മലാ സീതാരാമൻ്റെ ബജറ്റിന് മുമ്പ് ഞാൻ പല പ്രപ്പോസലും അയക്കും. അതിലൊരു പ്രപ്പോസൽ ഞാൻ അയച്ചിരുന്നു. അതായത് ഇന്ത്യൻ ഗ്രാമങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട്, അതായത് ഇൻവെസ്റ്റ് ചെയ്ത് ബജറ്റിൽ അലോക്കേറ്റ് ചെയ്ത് ഇന്ത്യൻ ഇൻ്റർനെറ്റ് കമ്പനികളെ കൊണ്ട് അവിടെ അവർക്ക് കണക്ടിവിറ്റി കൊടുക്കണം. അവരത് കണ്ടോ കണ്ടില്ലെന്ന് എനിക്കറിയത്തില്ല. കാണാനുള്ള സാധ്യത കുറവ്, കാരണം എത്രയോ പ്രപ്പോസലാണ് വരുന്നത്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 4-5 വർഷം മുമ്പ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ടാറ്റയ്ക്ക്, അതായത് ടാറ്റ ടെലികോം, കാരണം അവർ ഇപ്പോഴാണ് കംപ്ലീറ്റ് ആയിട്ട് ടാറ്റ ടെലികോം, കാരണം പിന്നെ അവിടെ കേബിളിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിലോട്ട് ഞാനൊരു കത്തെഴുതി. അതായത് നിങ്ങളും ഇന്ത്യ ഗവൺമെൻറ്റിൽ നിങ്ങൾ തന്നെ, അതായത് ടാറ്റ ഗ്രൂപ്പ് തന്നെ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ ഇൻ്റർനെറ്റിൻ്റെ സൗകര്യം ഒപ്പിച്ചു കൊടുത്താൽ അത് ഇന്ത്യയിലുണ്ടാകുന്ന വലിയൊരു ചേഞ്ച് ആകും. പക്ഷെ അവർ മാത്രം എനിക്ക് റിപ്ലൈ തന്നു. മുകേഷ് അംബാനിയുടെ ജിയോയോ വോഡാഫോണോ എയർടെൽ അവർ റിപ്ലൈ ഒന്നും തന്നില്ല. പക്ഷേ അതാണ് ഈ ടാറ്റയുടെ ഒരു വലിയ സംഭവം എന്ന് പറയുന്നത്. അവർ റിപ്ലൈ ചെയ്തു. അവർ പറഞ്ഞു അവരതിനെപ്പറ്റി വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഗവൺമെൻറ്റിൻ്റെ ഒരു ആക്റ്റീവായിട്ടുള്ള അപ്രോച്ച് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം അതൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റാണ്. ഇവിടെയാണ് എലോൺ മസ്ക് എന്ന് പറയുന്നയാൾ ഇന്ത്യൻ ഗ്രാമത്തിൻ്റെ പിതാവായി മാറുന്നത്. ആലോചിച്ച് നോക്കുക. ഇത് തന്നെയാണ് ഗാന്ധിജി കണ്ട സ്വപ്നം. അത് ഇന്ത്യൻ ഗ്രാമം വികസിക്കാതെ ഇന്ത്യ വികസിക്കാൻ പറ്റില്ല. ഇതൊക്കെ കേട്ട്, ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് എലോൺ മസ്ക് പറഞ്ഞു കൊടുത്ത സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഉൾപ്പെടെ ഞെട്ടിപ്പോയി. അതുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഒന്നും നോക്കിയില്ല, ഈ സർക്കിൾ ബേസ്ഡ് ഓപ്ഷൻ അധികം പുല്ലൊന്നും വേണ്ടെന്ന് വെച്ചു. അതാണ് പെട്ടെന്ന് എയർടെൽ കയറി ടൈപ്പ് ആയത്. അതാണ് സിമ്പിൾ റീസൺ. അതുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അറിയാം, ഇന്ത്യയിൽ ഇൻ്റർനെറ്റും ഈ സ്പീഡായിട്ടുള്ള സംഭവം ഉണ്ടെങ്കിൽ ഇന്ത്യൻ ഗ്രാമങ്ങളുടെ ഫേസ് മുഴുവനും അങ്ങ് മാറും. അതൊരു ഭയങ്കര അച്ചീവ്മെൻറ്റാണ്. സ്കൂളുകൾ മാറും, എഡ്യൂക്കേഷൻ മാറും, ജനങ്ങളുടെ ജീവിത രീതി മാറും, ഡിജിറ്റലായിട്ടുള്ള സംഭവങ്ങൾ നടക്കും, പേയ്മെൻറ്റ് നടക്കും, സിസ്റ്റം നടക്കും, ഡിജിറ്റൽ അവയർനെസ് ക്രിയേറ്റ് ചെയ്യും, ഡിജിറ്റൽ ബാങ്കിങ് വരും. ഇവിടെയാണ് ഞാൻ എലോൺ മസ്കിനെ സല്യൂട്ട് ചെയ്യുന്നത്. അല്ലാതെ അമേരിക്കക്കാരനാണ്, ബിസിനസ്സുകാരനാണ്, അയാൾ എവിടുന്ന് എങ്ങോട്ടാണ് പോയി ചിന്തിച്ചത്. കാരണം അങ്ങനെ ഇന്ത്യൻ ഗ്രാമങ്ങൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യ ഒരു സൂപ്പർ പവറായിട്ട് വരും. സോ ഇൻക്രെഡിബിൾ, ഔട്ട്സ്റ്റാൻഡിങ് തോട്ട്. ഇതൊരു യുണീക്ക് തോട്ട് എന്ന് പറയുന്നത്. അതുമാത്രമാണ്, അതിന് ഇത്ര വർഷത്തേക്ക് അവർ 25,000-30,000 കോടി അവർ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ അവർ ഈ സാധനം ഇൻസ്റ്റാൾ ചെയ്യാൻ പോകും. ഫ്രീ ആയിട്ടായിരിക്കും ആദ്യം കുറച്ച് വർഷങ്ങൾ. അതിനുശേഷം ഈ ഗ്രാമങ്ങളുടെ സാമ്പത്തിക സ്ഥിതി കൂടുമ്പോൾ അവർക്ക് ചാർജ് ചെയ്യാം. സീ ദ വേ. ലോങ് ടൈം ആണ് ഈ പ്രോസസ്സ്, ഷോർട്ട് ടൈം അല്ല. ഇന്ത്യൻ കമ്പനികൾ അധികം കളിക്കുന്ന ഷോർട്ട് ടൈം ഗെയിനാണ്. അവിടെയാണ് ഇത് ഫ്ലോപ്പായി പോകുന്നത്. ഒരു കാര്യം ഉറപ്പായിട്ട് ഞാൻ നിങ്ങളോട് പറയാം, എലോൺ മസ്ക് ഈ കമ്പനിയുമായിട്ട് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ഈ ജിയോയുടെയും ഈ പറയുന്ന പല ഇൻ്റർനെറ്റ് പ്രൊവൈഡേഴ്സിൻ്റെ വെടി തീർത്ത് കളയും. പിന്നെ അയാൾ അപ്പോൾ ഇന്ത്യൻ ഗ്രാമങ്ങൾ 90 കോടി ആൾക്കാർ, ഏകദേശം 6-7 ലക്ഷം, ഏകദേശം 12 ലക്ഷം വില്ലേജുകൾ, ഇതെല്ലാം കൂടി ഒരുമിച്ച് പുള്ളിയുടെ കൂടെ നിൽക്കും. കാരണം ഇലോൺ മസ്ക് ഇന്ത്യയിൽ ഒരു സൂപ്പർ ഡൂപ്പർ താരമാകാൻ പോവുകയാണ്. ഇതിനെ എല്ലായിടത്തും സ്പീഡായിട്ടുള്ള ഇൻ്റർനെറ്റ് കൊണ്ട് കൊടുക്കും. ഇതിനെ കോമ്പറ്റ് ചെയ്യാൻ മുകേഷ് അംബാനിയുടെ ജിയോയ്ക്കോ വോഡാഫോണിന് ഏത് പ്രൊവൈഡേഴ്സിനെ കഴിഞ്ഞില്ല എങ്കിൽ അവരും ഔട്ടായിപ്പോവും. കൃത്യമാണ്, അവർ ഔട്ടായിപ്പോവും. അതായത് ഇന്ത്യ ഒരു കുതിപ്പിലാണ് ഈ സമയത്ത്. അവിടെ 4G ഇല്ല, ഇവിടെ 5G ഇല്ല. ഇവിടെ 5G 4G എന്നുള്ള വ്യത്യാസമൊന്നും ഞാൻ കണ്ടിട്ടൊന്നുമില്ല.
ഈ പേരിൽ മാത്രമേ വ്യത്യാസം കണ്ടു. ഈ ഫാസ്റ്റ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ US പോയിട്ട് മറ്റുള്ള വിദേശ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഫാസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇന്ത്യ വെൽ കണക്റ്റഡ് ആണ്, ഇത്രയും ജനസംഖ്യയുള്ളൂ. പക്ഷേ ഇന്ത്യൻ വില്ലേജുകൾ ഈ പറയുന്ന പോലെ ഇൻ്റർനെറ്റ് കണക്റ്റഡ് അല്ല. ഇപ്പോഴും 2Gയിലും 3Gയിലും ഒക്കെയാണ് പലയിടത്തും. അതിൽ ഒരു കുത്ത് ഒരു പൊട്ട ആ രീതിയിലാണ് വരുന്നത്. ഇതൊരു റവല്യൂഷണറി ചേഞ്ച് ആയിരിക്കും. ഇതിനകത്ത് അച്ചീവ് ചെയ്തത് മോദി ഗവൺമെൻറ്റിൻ്റെ പ്രോ ആക്റ്റീവായിട്ടുള്ള വികസന നയത്തിൻ്റെ ഭാഗം തന്നെയാണ്. അതിന് ഇന്ത്യൻ കമ്പനിയാ മാടയാ കോടയാന്നൊക്കെ പറഞ്ഞ് എനിക്കെതിരെ എഴുതി ഊളകളോട് പറയുക, നീയൊക്കെ ചിന്തിക്കാൻ സാധിച്ചത് എന്താണ് എലോൺ മസ്ക് ചിന്തിച്ചത്? സോ ദാറ്റ് ഈസ് ഇൻക്രെഡിബിൾ. സോ വി ഹാവ് ടു സല്യൂട്ട് ദിസ് ഗായ്, ആരായാൽ തന്നെ. കാരണം അയാൾക്ക് ഇന്ത്യൻ വില്ലേജാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം ഒറ്റക്കെട്ടായിട്ട് ഡെവലപ്പ് ചെയ്തു. എന്നാൽ മാത്രമേ ഇത് സൂപ്പർ ഗ്ലോബൽ പവർ ആവുകയുള്ളൂ. അതായത് വരാൻ പോകുന്ന സമയത്ത് ഇന്ത്യൻ വില്ലേജ് ബോയ്സ് അവരായിരിക്കും ലോകം, അതായത് ലോകത്തെ കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. അതിന് വഴി ഒരുക്കി കൊടുത്ത് ഉറപ്പായിട്ടും എലോൺ മസ്ക് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ മാത്രമല്ല, ഏറ്റവും ഇന്നോവേറ്റീവായിട്ട് ചിന്തിക്കുന്ന ലോകത്തിലെ ഞാൻ കാണുന്ന ഇലോൺ മസ്കിന് പകരം വെക്കാൻ ഇലോൺ മസ്ക് മാത്രമേ ഉള്ളൂ. ഉറപ്പായിട്ട് അയാൾ തന്നെയാണ് അതിന് കാരണം. ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ്, പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല. ഈ ചാനൽ പൂർണ്ണമായിട്ടും ഫ്രീ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം ഈ യൂട്യൂബ് ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത് അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അപ്പം ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. മേക്ക് ഇറ്റ് ക്ലിയർ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട്. നല്ല മാൻ പവർ വേണം, കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം. അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം. കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട്. നിങ്ങൾക്കറിയാം എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല. സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാൻ. ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററി അങ്ങനെ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്